വിഷയം എന്താണെന്നറിയോ? അതായത് നമ്മൾ ഉള്ളവനിൽ നിന്നെടുത്ത് അത് ഇല്ലാത്തവന് കൊടുക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നൊരു ഓർമ്മയോടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ എപ്പിസോഡ്. കാര്യം അത്ര കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. 2 കഥകൾ ഞാൻ ഇതിനായിട്ട് പറയാം. ആദ്യത്തെ കഥ ഇതാണ്. 2 നദികളുണ്ടായിരുന്നു. ഈ 2 നദികൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണുള്ളത്. അപ്പൊ ആദ്യത്തെ നദി പറയാണ്, ഞാൻ ഈ വെള്ളം ആർക്കും കൊടുക്കത്തില്ല. കാരണം മറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങ് ചെളിയൊക്കെ ആയി കേടുവന്നു പോകും. അതുകൊണ്ട് ഞാനിത് ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ നദി പറഞ്ഞു, ഞാനിത് എല്ലാവർക്കും കൊടുക്കും. കാരണം ഇത് എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയാലല്ലേ വല്ല കാര്യമുള്ളൂ. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ നദി അങ്ങ് കവിഞ്ഞൊഴുകി. അപ്പൊ ഈ വെള്ളം എല്ലായിടത്തും എത്തി. അതായത് അവിടെയുള്ള ചെടികൾക്കും മരങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും ഒക്കെ ഒത്തിരി സന്തോഷമായി. അവരെപ്പോഴും ഈ നദിയുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ആ ആദ്യത്തെ നദി ഉണ്ടല്ലോ, അത് ആരും ഉപയോഗിക്കാതെ അതിൽ പായലും പൂപ്പലൊക്കെ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ ആ നദി തന്നെ വറ്റിപ്പോവാൻ ഇടയാവുകയും ചെയ്തു. ഇത് ആദ്യത്തെ കഥ. രണ്ടാമത്തെ കഥ ഇതാണ്. 2 ഫാമിലീസ്. ആ 2 ഫാമിലീസിൽ നമുക്ക് 2 മുത്തശ്ശനും മുത്തശ്ശിമാരും ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ ഫാമിലിയിലെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. പക്ഷെ മനസ്സ് നിറയെ ഒത്തിരി സ്നേഹമുണ്ട്, അവർ പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ എന്താ പറ്റിയ വെച്ചാലും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഈ മുത്തശ്ശനും വലിയ ഇഷ്ടമൊന്നുമല്ല. അവർക്ക് ഒരു ചടങ്ങ് തീർക്കാന്നുള്ള രീതിയിലാണ് അവർ മുത്തശ്ശനും മുത്തശ്ശിയും കാണാൻ വരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഫാമിലിയിലെ മുത്തശ്ശനും മുത്തശ്ശിയോട്ടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എത്ര ദൂരെ പോയാലും അമേരിക്കയിലും കാനഡയിലും പോയാൽ പോലും അവർക്ക് തിരിച്ചു വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെക്കേഷൻ കിട്ടിയ അവർ ഉടനെ ഓടി വന്ന് മുത്തശ്ശനും മുത്തശ്ശിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇത് 2 കഥകൾ. ഈ 2 കഥകളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന സെയിം മെസ്സേജ് ആണ്. അതായത് സ്നേഹം എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഒതുക്കി വെക്കാനുള്ളതല്ല, നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നോ അതുപോലെ നമ്മൾക്കും തിരിച്ച് സഹായം കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യാണ്. നമുക്ക് ഈ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് അത് മറ്റുള്ളവരോട് നമുക്ക് നമ്മുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അത് മറ്റുള്ളവർ മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുക തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ട വിധത്തിൽ നമ്മൾ അവരെ കെയർ കൊടുത്ത് അതുപോലെ അവർക്ക് വേണ്ട അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മളെ ഇട്ട് വേറെ വഴിക്ക് പോകും. അവസാനം ആരും എനിക്കില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് നൽകിയാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണിത്. ഇല്ലെങ്കിൽ ഉള്ളവനിൽ നിന്നും കൂടി എടുത്ത് അത് ഇല്ലാത്തവന് കൊടുക്കും. അതുകൊണ്ട് സ്നേഹം വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതേപോലെ